ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടേബിൾ ഡെക്കോർ ഉണ്ടാക്കിയാലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പേപ്പർ പ്ലാന്റ് ആട്ടോ. അതിന് നമുക്ക് കളർ പേപ്പേഴ്സും ഒരു പേപ്പർ കപ്പുമാണ് ആവശ്യം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അതിന് നമുക്ക് ഗ്രീൻ പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കി ഞാൻ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്യാലോ. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ നിവർത്തിയിട്ട് അതിൻ്റെ മറുഭാഗത്താണ് നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിക്കേണ്ടത്. ഇതുപോലെ മടക്കി പശയിലേക്ക് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ റോൾ ചെയ്യാം. അപ്പം നമ്മുടെ ലീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവർ പ്ലാന്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് പോട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമുക്ക് പേപ്പർ കപ്പാണ് വേണ്ടത്. ഞാനിവിടെ പകുതി മുറിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു മണ്ടത്തരഞ്ഞു ഇത്. എന്നിട്ട് ഞാൻ ഫുൾ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കപ്പ് ഞാൻ ഹാഫാക്കി മുറിച്ചതുകൊണ്ടാണ് പ്ലാന്റിന് ഹൈറ്റ് ഇല്ലാത്തത്. ശരിക്കും ഹൈറ്റ് വരുമ്പോഴാണ് ഇതിൻ്റേതായിട്ടുള്ള ഭംഗി കാണിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റെമ്മുകൾ അടിയിലേക്ക് മടക്കി മടക്കി കൊടുക്കുക. എന്നാലേ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചാൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു പേജ് എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഞാനിവിടെ 3 പ്രാവശ്യം ഫോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് ഇതുപോലെ അമർത്തി കൊടുത്ത് നമ്മൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പം നമുക്ക് അത് കട്ട് ചെയ്യാൻ ഈസിയാവും. എന്നിട്ട് നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇവിടെ സെറ്റായി കിട്ടും. ഇതുപോലെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു യെല്ലോ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കട്ടോ. റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ സ്റ്റെമ്മിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇത്രയും ഈസി ആട്ടോ നമുക്കൊരു ഡെക്കോർ ചെയ്തെടുക്കാൻ. ഇതൊക്കെ ടേബിളിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. നിങ്ങൾക്ക് ഈ പേപ്പർ കപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഞാൻ റെഡ് കളർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ കപ്പിൻ്റെ മുകളിലുള്ള പിക്ചേഴ്സ് ഓൾറെഡി കാണുന്നുണ്ട്. ശരിക്കും ഞാൻ ഇതിന് ബേസ് കോട്ട് അടിക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾക്ക് സംഭവിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാ നമ്മുടെ പ്ലാന്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് കണ്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യത്തെ ഹാഫായിട്ടുള്ള കപ്പ് ഒഴിവാക്കിയിട്ട് ഫുൾ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ പ്ലാന്റിന് കുറച്ചും കൂടി ഭംഗി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.